നമസ്കാരം. ഞാൻ സബ്ന. കൊല്ലം ജില്ലയിലെ ചടയമംഗലം ബ്ലോക്കിലെ ബ്ലോക്ക് ആർ.പിയും കടയ്ക്കൽ CDSലെ മാസ്റ്റർ ആർ.പിയും കൂടിയാണ്. ലോക്കോസിൻ്റെ ആദ്യഘട്ടമായ SHG പ്രൊഫൈൽ നമ്മളെല്ലാവരും ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ടമായ SHG ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. SHGയുടെ കട്ട് ഓഫ് ഡേറ്റ എൻട്രി ചെയ്യുന്നതിന് ആദ്യം ലോക്കോസ് ആപ്പിൽ ലോഗിൻ ഐഡിയിൽ നിങ്ങളുടെ യൂസർ നെയിം, പാസ്വേഡ് എന്നിവ എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് വരുന്ന പേജിൽ പിൻ നമ്പർ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് വരുന്ന പേജിൽ ഹോം, ടാസ്ക്, മീറ്റിംഗ്, SHG, മോർ എന്നീ ഓപ്ഷൻസുകൾ കാണാൻ നമുക്ക് സാധിക്കും. തുടർന്ന് മീറ്റിംഗ് സെലക്ട് ചെയ്യുക. അപ്പോൾ അയൽക്കൂട്ടങ്ങളുടെ ലിസ്റ്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, വ്യൂ ഡീറ്റെയിൽസ് എന്നു കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പുകളെല്ലാം കട്ട് ഓഫ് ചെയ്തവയാണ്. പുതിയതായിട്ട് ചെയ്യുന്ന ആർ.പിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവരുടെ ഗ്രൂപ്പുകളുടെ നേർക്ക്, അതായത് പുതിയതായിട്ട് കട്ട് ഓഫ് ചെയ്യാനെടുക്കുന്ന ഗ്രൂപ്പിൻ്റെ നേർക്ക് സിങ്ക് ഡേറ്റ എന്നായിരിക്കും കാണാനായി സാധിക്കുക. സിങ്ക് ഡേറ്റ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക. അപ്പോൾ റെഗുലർ മീറ്റിംഗ്, കട്ട് ഓഫ് മീറ്റിംഗ് എന്നിവ കാണാൻ സാധിക്കും. നമുക്ക് കട്ട് ഓഫ് ആണ് ചെയ്യേണ്ടത്. ആയതിനാൽ കട്ട് ഓഫ് മീറ്റിംഗ് സെലക്ട് ചെയ്യുക. തുടർന്ന് വരുന്ന ബോക്സിൽ മീറ്റിംഗ് ഡേറ്റ, മീറ്റിംഗ് നമ്പർ എന്നിവ എൻ്റർ ചെയ്യുക. മീറ്റിംഗ് ഡേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് മാസമാണോ നമ്മൾ കണക്ക് ചെയ്യാനെടുക്കുന്നത് അതിന് തൊട്ട് മുന്നേയുള്ള മാസമാണ് മീറ്റിംഗ് ഡേറ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഡിസംബർ മാസത്തിലാണ് നമ്മൾ കണക്ക് ചെയ്യാനെടുക്കുന്നതെങ്കിൽ നവംബർ 30 ആണ് നമ്മൾ മീറ്റിംഗ് ഡേറ്റ് ആയിട്ട് കൊടുക്കുന്നത്. 30/11/2025. മീറ്റിംഗ് ഡേറ്റ് എൻ്റർ ചെയ്തതിന് ശേഷം മീറ്റിംഗ് നമ്പർ എൻ്റർ ചെയ്യുക. മീറ്റിംഗ് നമ്പർ കണക്കാക്കേണ്ടത് ഒരു മാസത്തിൽ കൂടുന്ന മീറ്റിങ്ങുകളുടെ എണ്ണം 4 ആണ്. ആകയാൽ ഒരു വർഷത്തിൽ കൂടുന്ന മീറ്റിങ്ങുകളുടെ എണ്ണം വർഷം ഇൻറ്റു വർഷത്തിൽ എത്ര മാസം ഉണ്ട് എന്നതാണ് കണക്കാക്കേണ്ടത്. ഒരു വർഷത്തിൽ 12 മാസമാണുള്ളത്. ഒരു മാസത്തിൽ 4 കമ്മിറ്റിയാണ് കൂടുന്നതും. ആയതിനാൽ 12 × 4 = 48. ഒരു വർഷം 48 കമ്മിറ്റിയാണ് അയൽക്കൂട്ടങ്ങളിൽ കൂടാറുള്ളത്. മീറ്റിംഗ് നമ്പർ എന്നുദ്ദേശിക്കുമ്പോൾ നാളിതുവരെയുള്ള കുടുംബശ്രീയിലെ കൂടിയ മീറ്റിങ്ങുകളുടെ എണ്ണമാണ് അവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കുടുംബശ്രീ 10 വർഷമായി കൂടിയിട്ടുണ്ടെങ്കിൽ 10 × 48 വർഷം ഗുണം 48. ഒരു വർഷത്തിൽ 48 കമ്മിറ്റി. 10 വർഷമാണെങ്കിൽ 10 × 48. 5 വർഷമാണെങ്കിൽ 5 × 48. ഈ ബേസിലായിരിക്കണം മീറ്റിംഗ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മീറ്റിംഗ് ജനറേറ്റ് ആയി കഴിഞ്ഞു എന്നതാണ് അർത്ഥം. തുടർന്നുള്ള സ്റ്റെപ്പുകൾ അറിയുന്നതിനായി അടുത്ത വീഡിയോയിലൂടെ നമുക്ക് കാണാം.